വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഞാൻ മുസ്ലിമാണെന്ന് മാത്രമല്ല ഹനീഫും കൂടിയാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുമാനസനാണ്, വളവുകളൊന്നുമില്ല, അങ്ങോട്ട് ചായലില്ല ഇങ്ങോട്ട് ചായലില്ല, അങ്ങോട്ട് വളയലില്ല ഇങ്ങോട്ട് തിരിയലില്ല. നേരായ പാത, ഋജുവായ പാത, സിറാത്തുൽ മുസ്തഖീം, നേരായ പാത. വളവുകൾ, സൈഡിലുള്ള വരകളെല്ലാം വളവുള്ളതാണ്. അതിൽ പോയാൽ വളഞ്ഞു പോകും, സംശയമില്ല. അതിലുള്ളതെല്ലാം വിളയന്മാരാണ്. പക്ഷേ നേരായ പാത ഇസ്ലാമിന്റെ പാത. എന്നിട്ട് പറയുന്നു ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ മറ്റുള്ള ഇബാദത്തുകൾ, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം എന്റെ റബ്ബിന് വേണ്ടി ഉള്ളതാണ് എന്നൊരു മനുഷ്യൻ കൈകെട്ടി പറയുന്നല്ലോ. സഹോദരങ്ങളെ, എന്റെ ജീവിതവും മരണവും ഒക്കെ അല്ലാഹ്, അതാണ് അല്ലാഹനെ അറിയാനുള്ള മാർഗം. എന്റെ ഒന്നും വേറെ ആർക്കുമില്ല. മഹാനായ ഇമാം മാവറദി റഹിമഹുല്ലാഹ് ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഹദീസിന്റെ തഫ്സീറിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഫിഖ്ഹിന്റെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ രചിച്ചു. പക്ഷെ ലോകത്താർക്കും കാണിച്ചു കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരാളെയും അത് കാണിച്ചില്ല. ഇമാം മാവറദി റഹിമഹുല്ലാഹ് തഫ്സീറിന്റെ കനപ്പെട്ട ഗ്രന്ഥം എഴുതി, കർമ്മശാസ്ത്രത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥം എഴുതി, എന്നിട്ടൊരു മഖ്ലൂക്കിനെയും കാണിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തന്റെ വിശ്വസ്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീ അതങ്ങ് പ്രചരിപ്പിക്കണം. ഞാൻ മരിച്ചുപോയാൽ നിനക്ക് തോന്നും ഇഖ്ലാസോട് കൂടിയാണ് എഴുതിയതെന്ന്. എങ്കിൽ നീ അതിനെ പ്രചരിപ്പിക്കണം, എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്കണം, ആർക്കും വേണ്ട. ഞാൻ മരിക്കുമ്പോ ഞാൻ ഇപ്പറയുന്ന ആള് കഷ്ടപ്പെട്ട് എഴുതിയ ഫിഖ്ഹിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഇഖ്ലാസോട് കൂടിയാണെന്ന് നിനക്ക് തോന്നിയാൽ മോനെ നീ അത് പ്രചരിപ്പിക്കണം, പ്രസിദ്ധീകരിക്കണം, ലോകം പഠിക്കട്ടെ. അതല്ല, എനിക്ക് ഇഖ്ലാസ് ഇല്ലെന്ന് നിനക്ക് തോന്നിയാൽ ദജ്ലാ കടലിലേക്ക് നീ അതിനെ വലിച്ചെറിഞ്ഞേക്കണം, അതാവശ്യമില്ല. അങ്ങനെയാണ് മഹാരഥന്മാരായ മുന്നോറുകൾ ജീവിച്ചത്. അങ്ങനെയാണ് മുൻഗാമികൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു അടുപ്പത്തിന് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടി പണിപ്പെട്ടത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്ക്. ഇനി ആകെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം 40 മിനിറ്റാണ്. ഇനി ആകെ അനുവദിച്ചിട്ടുള്ള സമയം 40 മിനിറ്റാണ്. അപ്പൊ 2 മണിക്കൂറാവും. അങ്ങനെ പറഞ്ഞില്ലേ? അവരിരുന്നല്ലേ പറഞ്ഞു, അവന് ക്ഷീണം വരൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മണിക്കൂറായാലേ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ കൃത്യമായി പിടിച്ചിരുത്താൻ കഴിയും. ചില ഈ സൈക്കോളജി വിദഗ്ധർ പറയുന്നത് 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ക്വാട്ട് ഓടാൻ തുടങ്ങും. പിന്നെ ഇരിക്കുന്നവർ അങ്ങോട്ട് വിളിക്കും പ്രസംഗിക്കുന്ന ആളിനെ. കണ്ടിട്ടില്ലേ? നമ്മൾ ചില വാഴതിനൊക്കെ ഫ്രണ്ടിൽ ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ആദ്യം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ആളിനെ അങ്ങോട്ട് വിളിക്കുന്നവര് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ആയ പിന്നെ കാര്യമില്ലല്ലോ. ഈ പറയുന്ന എന്താ, പിന്നെ നാളെ ഇറങ്ങിയിട്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒരിക്കല് ജുമയ്ക്ക് പ്രസംഗിച്ചപ്പോ ഇച്ചിരി നമ്മുടെ ഈ പള്ളിയുടെ മുന്നിലേക്ക് കിട്ടുന്ന കളർ ബൾബില്ലേ, ഒരു സന്തോഷം. അതൊക്കെ ഖുർആനിലുണ്ടോ നോക്കിയാ പിന്നെ എന്തെന്നോ ജീവിക്കാൻ പറ്റുമോ? അതൊരു സന്തോഷം. അത് മറ്റൊരു സമൂഹം ഇടുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഇടാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, മട്ടൻ ആരെല്ലാം കഴിക്കുന്നത്? അത് അവർ കഴിക്കുന്നത് നമുക്ക് കഴിച്ചുകൂടാ എന്നാണോ? ഖിലാഫല്ലിൽ യഹൂദ്, ജൂതന്മാരോട് എതിരാകാൻ ശരീഅത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഇല്ല. മുറ്റമടിക്കണം, നിങ്ങൾ മുറ്റമടിക്കണം. എന്തുകൊണ്ട്? മുറ്റമടിക്കാതിരിക്കുന്നത് ജൂതന്മാരാണ്. അവന്മാർക്ക് ഈ ടിഷ്യൂ പേപ്പർ സംസ്കാരമാണല്ലോ, തുടക്കിയ കളയുക, അതാണല്ലോ ഈ ജൂതന്മാര്. അതിനെ ഇപ്പൊ നമ്മളായിട്ട് എടുത്തിരിക്കുന്നത്. ഖുബാ പള്ളിയിലെ ആളുകളുടെ പ്രത്യേകത എന്താ? യുഹിബ്ബൂന യതതഖറു വല്ലാഹി യുഹിബ്ബുൽ മുത്തഖിരീൻ ആയത്തിറങ്ങി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന യതതഖറു. നബിയെ അവിടെ പോണ്ട നിസ്കരിക്കാൻ, ളിറാർ മസ്ജിദിൽ പോണ്ട, ഇവിടെ തന്നെ നിസ്കരിച്ചു ഖുബാ പള്ളിയിൽ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഇവിടെയുള്ള ആളുകൾ ശുദ്ധിയുള്ള ആളുകളാണ്.
നബിതങ്ങൾക്ക് സംശയം. അങ്ങനെ പറയാൻ കാരണം എന്താ? അള്ളാഹു ഖുബാ നിവാസികളെ വിളിച്ചിട്ട് ചോദിച്ചു, മദീനയെന്ന് കുറച്ചടുത്താണല്ലോ ഖുബാ പള്ളി. അല്ല, നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയല്ലോ, നിങ്ങളുടെ പ്രത്യേകത എന്താ? അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ ഞങ്ങൾ ശൗച്യം ചെയ്യുന്നത് ബിൽ ഹജരി വൽ മാഇ, കല്ല് കൊണ്ടും ചെയ്യും വെള്ളം കൊണ്ടും ചെയ്യും. ഇത് രണ്ടും കൊണ്ടാണ് ഞങ്ങൾ ശൗച്യം ചെയ്യുന്നത്. അതാണ് സംസ്കാരം. ഇന്നോ വെള്ളം എന്തെന്ന് കാണാത്ത വെള്ളക്കാരന്മാര് വെള്ള പേപ്പർ കീറിയിട്ട് ടിഷ്യൂ പേപ്പർ കീറിയിട്ട് തുടച്ചിട്ട് പോകുന്ന സംസ്കാരം അത് നമ്മുടെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളികളിൽ പല സംസ്കാരങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതൊന്നും പാടില്ല കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചു കൊടുക്ക്. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചു കൊടുക്ക്. നിങ്ങൾ പള്ളികളിൽ കയറി നോക്ക്, വളരെ സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട, എന്നോട് ഒരു ദേഷ്യം തോന്നണ്ട. തോന്നിയാലും ഒന്നുമില്ല, അടുത്ത വർഷം അതിന് വിളിക്കാതിരുന്നാ മതി. ഇവിടെ ഞാൻ കയറിയിട്ടില്ല. ഞാൻ ഉസ്താദെ എന്റെ കാറിൽ നിന്ന് നേരെ ഓഫീസിൽ കയറി അവരെന്നോട് ഉസ്താദ് ഇതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു, പ്രസംഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, സംസം വെള്ളം കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്ന്, ഞാൻ പള്ളിയിലും കയറിയില്ല, ഞാൻ നിസ്കരിച്ചത് വേറെ സ്ഥലത്തുനിന്നാ. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ബാത്റൂം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ചില പള്ളികളിൽ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ നിന്നുണ്ടായെന്നറിയോ? എവിടെ നിന്നുണ്ടായതാ? നമ്മളെ ഒന്ന് നിന്ന് മൂത്രമൊഴിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഇരുന്ന് മൂത്രമൊഴിച്ചവരാണ്. എന്നാൽ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് അനുവദനീയമായ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാമാകാം എന്ന് പഠിപ്പിക്കാനാണ്. പക്ഷെ ഇരുന്നാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്. ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോഴും നമ്മൾ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. ശാസ്ത്രം പറയുന്നു അവന്റെ ആ ആന്തരിക അവയവങ്ങൾക്ക് ചെറിയ ചെരിവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് അവനിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് പോവുക. ഇത് കൃത്യമായി പഠിപ്പിച്ചു ലോകത്തെ ഏറ്റവും വലിയ സയൻസ്, ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണ ഒരു കലാലയത്തിൽ പഠിക്കാതെ, ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കാതെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മിയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ സൃഷ്ടിയാണ്. സ്പെയിൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ നാഗരികത അവസാനിച്ചപ്പോൾ പള്ളികളെ ബാറാക്കിയിട്ട് മദ്രസകളെ വ്യഭിചാരശാലകളാക്കിയ കുറെ ആളുകളുണ്ട്. അവിടെ നിന്ന് ഖുർആനെ പറ്റി പഠിക്കാനും സിഹാഹുസത്ത പഠിക്കാനും ബുഖാരി മുസ്ലിം പഠിക്കാനും തീരുമാനിച്ചു. എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇസ്ലാമിലേക്കുള്ള ആഗ്രഹം കൊണ്ടോ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള മോഹം കൊണ്ടോ അല്ല, മറിച്ചത് പഠിക്കുന്നത് ഏതെങ്കിലും ഒരു ഹദീസ് കിട്ടുമോ ഈ ലോകത്തെ മുസ്ലിമീങ്ങളെയൊക്കെ പഴപ്പിക്കാനെന്ന് നോക്കുക. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ നിന്ന് മൂത്രമൊഴിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ, ഇരുന്ന് മൂത്രമൊഴിക്കുന്നവരാണ്. അങ്ങനെ നിന്ന് മൂത്രമൊഴിപ്പിക്കണം ഇവരെ കൊണ്ട്. അതിനു വേണ്ടി കിട്ടി ഇറുകിയ പാന്റ് അങ്ങോട്ട് പാശ്ചാത്യന് ഇറക്കി കൊടുത്തു. ഇതെല്ലാം നമ്മൾ വാര്യങ്ങിടാൻ തുടങ്ങി. ഇറുകിയ പാന്റ് ഇട്ടപ്പോ നമ്മൾ പറയുന്നു, ഇറുകിയ പാന്റ് ഇട്ടുകൊണ്ട് എങ്ങനെ ഇരിക്കും മൂത്രമൊഴിക്കാൻ? അങ്ങനെ വന്നപ്പോ കമ്മിറ്റി വിളിച്ചു, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടത്തെ ചെറുപ്പക്കാരെ, സ്കൂൾ കുട്ടികളെ, കോളേജ് വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിന്ന് മൂത്രമൊഴിക്കുന്ന സാധനം പിടിപ്പിക്കാം. അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്ന സാധന സാമഗ്രികൾ ക്ലോസറ്റായി നമ്മുടെ പള്ളിയുടെ കക്കൂസിന്റെ ഉള്ളറകളിൽ, ആ ചുമരുകളിൽ പിടിപ്പിച്ചപ്പോൾ നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനം ഉണ്ടായി. മസ്ജിദുകളിലെ ഇമാമിയങ്ങൾ മിമ്പറിൽ ഒന്നാമത്തെ സലാം പറഞ്ഞിട്ട് നേരെ വന്ന് ഇരിക്കുന്നത് പരിശുദ്ധമായ കഅബാലയം പതിപ്പിക്കപ്പെട്ട മുസല്ലയുടെ പുറത്ത്. ഇതാരുടെ സൃഷ്ടി? യൂതന്മാരുടെ സൃഷ്ടി. എങ്ങനെ കഅബാലയത്തെ ഒരു പേപ്പറിൽ കഅബ ഷരീഫിനെ വരച്ചിട്ട് നമ്മളോട് ആരെങ്കിലും കയറി ഇരിക്കാൻ പറഞ്ഞ നമ്മൾ ഇരിക്കുവോ? കഅബാലയത്തിന്റെ ചിത്രം വരച്ച ഒരു പേപ്പർ നിലത്തിട്ടിട്ട് അതിൽ ചവിട്ടാൻ പറഞ്ഞ മുസ്ലിമായ ഒരു ചവിട്ടുവോ? അത് മനുഷ്യൻ ആദരിക്കേണ്ട കാര്യമല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ ഷരീഫിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഷൻ മുസല്ലകളിൽ കഅബാലയത്തിന്റെ ചിത്രം പഠിപ്പിച്ചിട്ട് മിമ്പറിൽ വിരിച്ചിട്ട് ഇമാമിനോട് പറഞ്ഞു കയറിയിരിക്കണ. ഇമാമ കയറിയിരുന്നു. എന്നിട്ട് മെഹ്റാബിൽ വിരിച്ചിട്ട് പറഞ്ഞു കയറി ചവിട്ടി നിൽക്കടാ നിസ്കരിക്കാൻ. അതിനകത്ത് കയറി ചവിട്ടി നിന്നു. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാർ ഇപ്പോഴും ഇങ്ങനെ തടകിയിട്ട് പറയാ എന്തോ ഒരു സുഖം. കാരണം എന്താ? മുസല്ലയിൽ പിടിക്കുമ്പോ നല്ല സുഖമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. തിരിച്ചറിവുള്ളവരാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് മറന്നുപോയി. ഏതായാലും ഞാൻ പറയുന്നു, നിഷ്കളങ്കമായ ഇഖ്ലാസോട് കൂടിയിട്ടുള്ള നമ്മുടെ ആരാധനകൾ, ഇബാദത്തുകൾ, അത് മാത്രമേ അല്ലാഹുവിന് വേണ്ടി, അല്ലാത്തതൊന്നും അല്ലാഹു വേണ്ട.
വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയുന്നു, ഈ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഫലസ്തീന്റെ ദുആകൾ സ്വീകരിക്കുന്നില്ല? എന്ത് സ്വീകരിക്കാതിരിക്കാൻ കാരണം? നമ്മൾ കരുതുന്നുണ്ടോ അള്ളാഹ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇന്നും അൽ അഹ്ലി ഹോസ്പിറ്റൽ ചുട്ടരിച്ചു, അല്ലേ? അൽ ശിഫ ഹോസ്പിറ്റലിന്റെ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ അൽ ശിഫ ഹോസ്പിറ്റലിന്റെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും അൽ അഹ്ലി ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പലസ്തീന്റെ പൊന്നുമക്കൾ പടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ഗർഭിണികളായ 50,000 സഹോദരിമാര്, 1,00,000-ഓളം വരുന്ന ഗസയിലെ പാവപ്പെട്ട സഹോദരിമാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ശിഫ ഹോസ്പിറ്റൽ, അൽ അഹ്ലി ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലുകളില് ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്ക് കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ചെയ്യാൻ പറ്റാതെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം വെട്ടേറ്റ്, പോറലേറ്റ്, ബോംബേറ്റ് വീഴുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കളെയും പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയാൽ, ആശുപത്രി എന്ന് പറയുന്നത് ജനകീയമാണല്ലോ, അവിടെയുള്ള ആളുകൾക്ക് ആശുപത്രിയോട് കാരുണ്യം തോന്നുമെന്ന് കരുതിയിട്ട് ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആ ആശുപത്രിയിൽ ബോംബിട്ടിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവരുടെയൊക്കെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന്? ഒരു കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞിനെ ഉമ്മാടെ മുമ്പിൽ വെച്ചിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് പേന കൊണ്ട് പേരെഴുതുകയാണ് ഇന്ന കുഞ്ഞ് എന്ന്. അപ്പോഴാണ് അടുത്ത മോനെ കൊണ്ടുവരുന്നത് മരിച്ച് ആ മകന്റെ പേരത്തും പേരെഴുതുന്നു. ഇത് കണ്ടിട്ട് പൊന്നുമ്മ പൊട്ടിക്കരയുന്നു. അപ്പോഴും ആ ഉമ്മ മരിക്കാൻ കിടക്കുന്ന സ്വന്തം സഹോദരന്റെ കാതിൽ വന്നിട്ട് ചോരയിൽ കുളിച്ച് നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുന്ന പ്രിയപ്പെട്ട സഹോദരൻ, പെടയുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്റെ കാതിൽ വന്നിട്ട് പറയുന്നു, കലിമ പറ മോനെ, നിനക്ക് സ്വർഗമാടാ, നിനക്ക് സ്വർഗമാണ്, ഞാനും വരാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നു. അവർക്ക് സങ്കടങ്ങളില്ല. അള്ളാഹു രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അവിടെ നിന്നും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദുആ സ്വീകരിക്കാതെ പോകുമെന്ന് ഇന്നലെയും എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരൻ, എന്തിനാ ദുആരക്കുന്നത്? അദ്ദേഹം ചോദിച്ചു പോയതാണ്, ഈമാന്റെ കുറവല്ല, വിഷമത്തിന്റെ പാരമ്യതയിൽ അദ്ദേഹം ചോദിക്കുന്നു, അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ ദുആ. ആരാ പറഞ്ഞത്? ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന്? സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ. എത്രത്തോളം? ദാ ഈ ചുമര് കണ്ടില്ലേ? പോട്ടെ, ആ മുറ്റത്ത് നിൽക്കുന്ന പനയില്ലേ, അതിന്റെ പിന്നിൽ ജൂതന്മാര് വന്ന് ഒളിച്ചിരിക്കും. ഇവിടത്തെ മുസൽമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഈ മരത്തിന്റെ പിന്നിലും, ഈ വൃക്ഷത്തിന്റെ പിന്നിലും, ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അന്ന് ഈ പാറകൾ സംസാരിക്കും, എന്റെ വാക്കല്ല. ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ, സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാതെ, ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇഖ്തബി അൽ യഹൂദിയ മിൻ വറാഇൽ ഹജരി വശജർ, വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ്, യാ മുസ്ലിം, തആൽ ഖൽഫി യഹൂദിയുൻ ഫഖ്തുൽഹു. കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ്. CCTV ക്യാമറ വെക്കണ്ട, ആരാ എവിടെ ഒളിച്ചിരിക്കുന്നത് നോക്കാൻ. അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ജൂതന്മാര് കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും, എന്റെ പുറകിലടാ അവൻ ഇരിക്കുകയാണ്, വന്നിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും. പ്രകൃതി പോലും ഈ ജൂത പിശാചുക്കൾക്കെതിരാവുന്ന കാലം അള്ളാഹു എത്രയും വേഗം അത് ആജിലാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആരക്കാം. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഓ, ഇന്ന് സങ്കടപ്പെടുക. ആരാ സങ്കടപ്പെടുന്നത്? അമേരിക്കയുടെ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ, വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ സങ്കടപ്പെടുന്നു. എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ? ഇസ്രയേൽ ജനതയുടെ ജീവന് വിലയുണ്ട്.
ഇതാരാ പറയുന്നത്? നാളിതുവരെ കൊല ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കപ്പുറത്ത് ഇന്ന് ഇവരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അലിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണമെന്ന ഓർമ്മ വന്നപ്പോൾ, തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ കരച്ചു തുടങ്ങി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന കണ്ടാൽ ഇത്രയും നാൾ ഇവനൊക്കെ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാല് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു കശ്മലൻ, ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ സ്തനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ചു കളയും. ഇതല്ലേ ഹമാസിന്റെ ആളുകൾ ചെയ്യുന്നുള്ളൂ. വാപ്പാക്ക് സുഖമില്ലാന്നറിഞ്ഞിട്ട് വാഹനത്തിലെടുത്ത് കിടത്തിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏനാത്ത് വഴി കൊട്ടാരക്കര വഴി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏഴംകുളത്ത് നിന്ന് വാഹനമെടുക്കുന്ന ആംബുലൻസിനെ വഴിയിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയിട്ട് അവനെ ഉന്തിത്തള്ളി മാറ്റിക്കിട്ട് നിങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകൂലേ? ഇതല്ലേ ചെയ്യുന്നുള്ളൂ ഫലസ്തീനികൾ. അവരിനിയും അനുഭവിക്കണമെന്നാണോ പറയുന്നത്? കണ്ടാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അല്ലാഹു സ്വീകരിക്കുന്നില്ലയോ, അല്ലാഹു ഉത്തരം തരുന്നില്ലയോ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ലയോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്നേവരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാചരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തുള്ള കോടാന കോടി വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലെ രാജകുമാരാ, الأمين الصادق روحي فدا أحمد مجتبى نبي الثقلين إمام المتقين നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും. ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും ബിളുഅഫാഇഹിം, ഇവിടെയുള്ള പാവപ്പെട്ട ബലഹീനന്മാരെ കൊണ്ടാ അല്ലാഹു സഹായിക്കുക. മല്ലന്മാര് ശക്തന്മാരിലൂടെയല്ല അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. ഈ സമുദായത്തിലെ ബലഹീനന്മാരിലൂടെയാണ് അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈ ബലഹീനന്മാരായ ഈ ഉമ്മത്തുകളെ കൊണ്ട് സഹായിക്കുന്നതെന്നറിയോ? ബിദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ട്, വസലവാതിഹിം, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അല്ലാഹു ദുആ സ്വീകരിക്കുന്നത്. ഈ ഉമ്മത്തിന് സഹായം എന്തുകൊണ്ടാ? ഇവിടത്തെ ശണ്ഡീകരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദുആ കൊണ്ടാ, അവരുടെ നിസ്കാരം കൊണ്ടാ, അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും തൊടൂലല്ലോ ഇഖ്ലാസ് ഉള്ളവനെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മലക്ക് എഴുതൂല. കാരണം മലക്കിനറിയാൻ പറ്റില്ല ഇഖ്ലാസ്. ശൈത്താൻ പിഴപ്പിക്കില്ല, കാരണം ശൈത്താൻ അറിയില്ല. ശരീരയിച്ച ഒരിക്കലും ഇഖ്ലാസിനെ മാറ്റിമറിക്കില്ല, കാരണം ബോഡിക്ക് അറിയാൻ പറ്റില്ല, ജഡികേച്ചയ്ക്ക് അറിയാൻ പറ്റില്ല. ശൈത്താന് പോലും പേടിയാണ് മുഖ്ലിസീങ്ങളെ. അല്ലാഹനെ അറിയേണ്ട വിധം അറിഞ്ഞവനെ. സ്വർഗത്തിന് വേണ്ടി ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല, നരകത്തെ പേടിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല. പിന്നെയോ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇബാദത്തെടുക്കുന്ന മുഖ്ലിസീങ്ങളെ ശൈത്താന് പോലും പേടിയാ. ഇതെന്റെ വാക്കല്ല, അല്ലാഹുവിനോട് ശൈത്താൻ ആണയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഖാല ഫബിഇസ്സതി സൂറത്ത് സ്വാദ് 82-ാമത്തെ ആയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് നോക്കണേ. ശൈത്താൻ അല്ലാഹുവിനോട് സത്യം ചെയ്യുകയാ. ഖാല ഫബിഇസ്സതിക ലഉഗ്ദിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് ഇബ്ലീസ്.
നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, നിന്റെ ഔന്നത്യത്തെ തന്നെയാണ് സത്യമല്ലാ. ലഉഗ്വിയന്നഹും, ഇരിക്കുന്ന ഉസ്താദിനറിയാം, ലഉഗ്വിയന്നഹും രണ്ട് അക്ഷരം കൊണ്ടുവന്നിട്ടാണ് അവിടെ ശക്തമായി പറഞ്ഞത്. ഒന്നാദ്യത്തെ ല, പിന്നെയോ ഉഗ്വിയന്ന എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് നൂനിൽ ഒരു നൂന്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുന്നതിന് പുറമെ അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ശൈത്താൻ പറയുന്നു അജ്മഈൻ, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും. ആ സമയം അല്ലാഹു തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ഏഴംകുളത്തുകാരാ, അല്ലാഹു തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? എടോ ശൈത്താനെ, എടോ പിശാചേ, എടോ റജീമേ, ശപിക്കപ്പെട്ടവരെ, നീ ആണയിട്ട് പറഞ്ഞല്ലോ സർവരെയും പഴപ്പിക്കുമെന്ന്. എന്നാൽ എടോ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസോടെ എനിക്ക് ഇബാദത്ത് എടുക്കുന്ന എന്റെ ദാസന്മാരെ തൊടാൻ പറ്റൂല, നിനക്ക് തൊടാൻ പറ്റൂല. ഇഖ്ലാസ് ഉള്ളവനെ പഴപ്പിക്കാൻ ഒരു ശൈത്താനും കഴിയൂല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അള്ളാനെ മനസ്സിലാക്കേണ്ടത്, പടച്ചവനെ തിരിച്ചറിയേണ്ടത്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കേണ്ടത് അവന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടിയാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തിലേക്ക് പോകുമ്പോ ദുനിയാവിന്റെതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ കാര്യമാണ്, ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ ദീനിന്റെ കാര്യം. ഇനി പറയാൻ പോകുന്ന ഏതാ? ആഖിറത്തിന്റെ കാര്യം. അവിടെ എന്തില്ല? ദീനും ഇല്ല, ദുനിയാവും ഇല്ല. ദീനുണ്ടോ? സ്വർഗത്തില് ദീനുണ്ടോ? അവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടോ? അവിടെ നിസ്കാരം ഉണ്ടോ? അവിടെ നോമ്പുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ പറയാ? ഇത് ലൈവാ. നാളെ ഈ നിരീശ്വരവാദികൾക്ക് പിന്നെ ഇത് കിട്ടുന്ന നല്ല ഒരു കിട്ടുന്ന, അവരിങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒന്ന് 10 അക്ഷരം പഠിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരുത്തി എന്റെ ഒരു സ്ത്രീ, ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല, പലരും എനിക്ക് ഇങ്ങനെ അതിന്റെ ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുക. എന്നെ പറ്റി ഞാൻ എവിടെ പ്രസംഗിക്കുവോ ആ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ഒരുത്തി, ഒരു മുസ്ലിം നാമധാരിയാണ്. അവൾ ഇപ്പോ മതം മാറിയിട്ട് അവള് നിരീശ്വരവാദിയായി അവൾ ഇങ്ങനെ കഴിയാ. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക. ഈ പണ്ട് കഅബാലയത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ചു. കഅബയിൽ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി. അപ്പൊ ഇയാൾ ഒഴിച്ച ആള് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിച്ചോ, പക്ഷെ ഞാൻ എന്തിനു മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അടിക്കാറെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, നീ എന്തിനാണ് ആ കഅബയിൽ കയറി മൂത്രമൊഴിച്ചത്? അപ്പൊ അയാള് പറയാ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം, അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ചാൽ ലോകത്ത് അറിയപ്പെടാൻ പറ്റും. അതാണ് ഞാനിപ്പോ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഅബയിൽ മൂത്രം ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇവരെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവക്ക് ഇതാണ് മറുപടി എന്ന് പറയുമ്പോ ഈ കേൾക്കുന്ന ആളുകളിലേക്ക് അതെന്തായിരിക്കും അവള് പറഞ്ഞത്, ഉടനെ അവളെ പേരടിച്ചു നോക്കിയിട്ട് യൂട്യൂബ് കയറിയിട്ട് അവളുടെ ആ പറഞ്ഞത് കേൾക്കുക. അപ്പൊ അവക്ക് റീച്ച് കൂടിയിട്ട് അവക്ക് ശാപ്പാടടിക്കാം, അവക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നെതർലാൻഡിൽ ഒരു വൃത്തികെട്ടവൻ ഇരിപ്പുണ്ട്. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ നബിദിന സമ്മേളനമാണ്. നബിദിനം കഴിഞ്ഞുവെങ്കിലും നബിദിനത്തിന്റെ ആ സമ്മേളനം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ വിഷയത്തിൽ 2 മേഖലകൾ കൂടി ഒരുമിച്ച് ഭരണിക്കാവിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നബിദിന മഹാസമ്മേളനവും. നബിദിനം കഴിഞ്ഞെങ്കിലും നബിദിനത്തിന്റെ പ്രസക്തി തീരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ്. അവിടെ ആക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. ഒരു മഹല്ലാകുമ്പോ പറയുന്നതിന് പരിമിതിയുണ്ട്. നെതർലാൻഡിൽ അടച്ചിട്ട ഒരു മുറിക്കകത്തിരുന്ന് അടച്ചിട്ട കണ്ണാടി കൂട്ടിനകത്തിരുന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ പറ്റി ഇങ്ങനെ മോശം പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നത് കേട്ടാൽ കൈയില്ലാത്തവന് കൈവച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും. കാരണം ഇത് രാജ്യം വേറെയല്ലേ. ഈ രാജ്യത്തെ എന്തുവാ പോലെ ആർക്കും ആരെയും പറയാലോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്കിനെയും ആരംഭപൂവായ പ്രവാചകന്റെ പ്രിയ പത്നിമാരെയും പറയുന്ന ഒരുത്തനും നല്ലതുപോലെ മരിച്ചു പോയിട്ടില്ല. അവനൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഇന്നലകളുടെ ചരിത്രം അതാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യം ഞാൻ പറയാ. ദുനിയാവും ദീനും ദുനിയാവും ഒക്കെ ഇവിടെ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, പിന്നെ അങ്ങോട്ട് ഹജ്ജിനും പോണ്ട, ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ചെയ്യാം. അള്ളാഹുവെ കുറച്ച് കള്ള് കുടിക്കണം, അവിടെ ഉണ്ട്. ഖുർആനിൽ എത്ര ആയത്തുകളാ, നീ എവരൊക്കെ അത് പറയുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഖുർആന്റെ ആയത്തിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലടോ, കള്ളാറുണ്ടടോ. ഇവിടെ കള്ളു കുടിക്കാത്തവൻ അള്ളാഹ് കള്ളു കൊടുക്കും, ഇവിടെ പട്ട് ധരിക്കാത്തവൻ അള്ളാഹു അവിടെ പട്ട് കൊടുക്കും, ഇവിടെ സ്വർണം ധരിക്കാത്ത ആണുങ്ങൾക്ക് അവിടെ അള്ളാഹ് സ്വർണം കൊടുക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യം ഇഖ്ലാസിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വിഷയത്തിൽ ഇതാണ് എങ്കിൽ ഇനി നിങ്ങൾ ആഖിറത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ അനന്തമായ അവസാന ലോകം ആഖിറമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്, യൗമൽ ഖിയാമത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? ഈ ഏഴംകുളത്തെന്നെ കേൾക്കുന്ന ഒരാളെ പോലും അല്ലാഹു വിടില്ല കേട്ടോ. എങ്ങനെയാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്നറിയോ? 3 രീതിയിലാണ്. ഒന്നാമതായിട്ട് റസൂൽ പറയുന്നു, വല്ലാത്ത വിശപ്പായിട്ടാണ് പരലോകത്ത് നമ്മൾ വരിക. എന്ത് വിശപ്പാ നമുക്ക്! ആ വിശപ്പോടുകൂടി പരലോകത്ത് നമ്മൾ എത്തപ്പെടുകയാ. ദാഹമാണ്, പൈദാഹമടക്കാൻ വെള്ളം കിട്ടാൻ, ഒരു തുള്ളി ജലപാനം ചെയ്യണമെന്ന മോഹമാണ് കൽബിൽ വരുന്നത്. ദാഹിച്ച് പരവശരായി വിഷം നൊട്ടിയ വയറുമായിട്ട് പരലോകത്ത് വരുമ്പോൾ ഒരു നൂൽബന്ധം പോലും കാണൂല, ഒരു നൂൽബന്ധം പോലും ഉണ്ടാവൂല. പിറന്നത് എങ്ങനാണോ അങ്ങനെയാണ് പരലോകത്ത് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫമൻ അത്അമ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അശ്ബഅഹുല്ലാഹ്, അല്ലാഹു അവരെ വയറ് നിറപ്പിക്കുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അണ്ടർലൈൻ കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആരെല്ലാരും ആഖിറത്തിൽ വരുന്നത് വിശന്നിട്ടാണ് വരുന്നത്. അങ്ങനെ വിശന്ന് വരുന്ന എല്ലാവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കൂല. ആ പരലോകത്ത് ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആർക്കാണല്ല ഭക്ഷണം കൊടുക്കുന്നതെന്നറിയോ? ഈ ഭൂമിയിൽ വെച്ച് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണോ, അത് പേരിന് വേണ്ടിയിട്ടല്ല. 1 കിലോ പഞ്ചസാരയും 2 കിലോ പച്ചരിയും 250 ചായപ്പൊടിയും 1 കിലോ സവാളയും 1/2 കിലോ കൊച്ചുള്ളിയും 2.5 കിലോ 250 വെളുത്തുള്ളിയും കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ വലിയ ധർമ്മിട്ടനാണ്, ഞാനിങ്ങനെ ഒരുപാട് കൊടുക്കുന്നവനാണെന്ന് കാണിക്കുന്നവനെ, നിനക്ക് ആഖിറത്തിൽ ഭക്ഷണമല്ല തരൂലടാ. അല്ലാഹു ആഖിറത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? മൻ അത്അമ ലില്ലാഹ്, ഇവിടെ ആരാണോ ഭക്ഷണം അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്. സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ, അവരുടെ പൊന്നുമോനാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അലി ഇബ്നു ഹുസൈൻ എന്നാണ് പേര്. ആ അലി ഇബ്നു ഹുസൈൻ എന്നറിയപ്പെടുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കൂല. ആരാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയുന്നില്ല, പക്ഷേ വീട്ടുമുറ്റത്ത് സുഭിക്ഷമായ ഭക്ഷണം പ്രതീകരിക്കാറുണ്ട്. അത് വാരി വാരി ആവേശത്തോടെ പാവങ്ങൾ തിന്നുമായിരുന്നു. ഇതാരാ കൊണ്ടുവയ്ക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇന്നത്തെ പോലെ CCTV ക്യാമറകളൊന്നുമില്ലല്ലോ. ആ സമയത്ത് സഹോദരാ, ഈ ഭക്ഷണം കൊണ്ടുവച്ചതെന്നാരും അറിയുന്നില്ല. പക്ഷേ സൈനുൽ ആബിദീൻ തങ്ങൾ മരിച്ചു. മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ പാവങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പോഴാണ് അറിയുന്നത്, റബ്ബേ, ഇന്നലെ വരെയും പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം വെച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ
മരണപ്പെട്ട് മയ്യത്ത് കെട്ടിൽ കിടക്കുമ്പോ കുളിപ്പിച്ചവര് പറയാ സൈനുൽ ആബിദീൻ തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ കുളിപ്പിക്കുന്നവര് കണ്ടുവത്രേ ഈ രണ്ട് തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാണ്, പാടാണ്, അടയാളമാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ഭക്ഷണം ചുമന്ന് കൊണ്ട് നടന്നതിന്റെ പാടാണ് ശരീരത്തിന്റെ തോളിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത്. സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്തത് ലോകമറിഞ്ഞില്ല. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് 100 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ആയിരങ്ങളുടെ മൊബൈലിൽ പിടിച്ചിട്ട് 10,000 പേര് ഷെയർ ചെയ്ത് 1 ലക്ഷം കമന്റുകൾ വന്നിട്ട് എന്തിനാണ് ചാരിറ്റി നടത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നത് ആരും അറിയണ്ട, അള്ളാഹ്ക്കു വേണ്ടിയാകണം. ആ പടച്ചവന് വേണ്ടി ആര് ഭൂമി ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അഷ്റഫുൽ ഖൽഖ് പറയുന്നു അഷ്ബഅഹുല്ലാഹ്. ആഖിറത്തിൽ വിശന്നു വരുന്നവൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം, അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. ചില ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കും. അത് വേണ്ട, അത് വേണ്ട. നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഇവിടെ ഭക്ഷണമൊന്നുമില്ലല്ലോ 5 ദിവസവും ഇല്ല. വേണ്ട, ഞാൻ ചോദിച്ചൊന്നും ഇല്ല. അത് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ? 1 രൂപ പിരിവില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ അവസാനം ഭക്ഷണമൊക്കെ കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ സഹോദരിമാർക്ക് കൂടെ ഞാൻ പറയാ, വീട്ടുമുറ്റത്ത് ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ദാഹിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോ അകത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അകത്തുനിന്ന് പറയും ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരും ഇല്ല. ശരിയാ, മനുഷ്യനായിട്ടുള്ള ആരും അവിടെ ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ കൊടുക്കൂലേ? ഈ അകത്തുനിന്ന് പറഞ്ഞത് അർത്ഥം മനുഷ്യനല്ല. അത് തന്നെയാണ്. സഹോദരിമാരെ, ആര് വന്നാലും നിങ്ങൾ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 1 നേരത്തെ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്കുണ്ടാവും. ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ അസുഖം, മക്കളുടെ വിദ്യാഭ്യാസം, കടം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ മരുന്നെന്നറിയോ? അതിനുള്ള മരുന്ന് എന്താണെന്നറിയോ? നിങ്ങൾ 2-3 പേർക്ക് നല്ല ഭക്ഷണം കൊടുത്തു നോക്ക്. അത് നിങ്ങൾ മട്ടനും ചിക്കനും ബീഫും ഒന്നും കൊടുക്കണ്ട. ബീഫ് ഒലത്തിയതും ചിക്കൻ കൊണ്ടാട്ടവും ഓടിച്ചിട്ട് പിടിച്ച് വേവിച്ചതും അതൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വയറ് നിറച്ച് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും കൂടെ കൊടുക്ക്. ബക്കറ്റ് എടുക്കാം, ബക്കറ്റ് പറഞ്ഞിട്ടെടുക്കാം. നിങ്ങൾ വന്നോളി, എന്തായാലും പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് സാധാരണ ചെറുപ്പക്കാരെ എടുക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളെ മുന്നിൽ ഈ ബക്കറ്റ് വരുമ്പോ 16,000 ഇന്ന് 25,000 രൂപ വേണം. ഒന്നും കൂടെ തീരാ. നാളെ പിന്നെ EP ഉസ്താദാ. അപ്പൊ ഇൻഷാ അല്ലാഹ് കവർ ലാസ്റ്റ് കൊടുത്താൽ മതി. അപ്പോ ഈ ബക്കറ്റില് നല്ലൊരു ഹദിയ അകമഴിഞ്ഞ് നിങ്ങളെ സഹായിക്കണം. ഇടുന്ന നീയത്ത് നിങ്ങൾക്കേ അറിയുള്ളൂ. അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അള്ളാഹ്ക്ക് കടം കൊടുക്കും. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ പിന്നെ അവനെ നോക്കണ്ട വഴിക്ക്. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ പിന്നെ സകല മന്ത്രവാദിമാരുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയാൽ പോലെ ഇവനെ കാണാൻ പറ്റൂല. ഇവനെ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കൂല. നമ്മൾ വേറെ നമ്പറിൽ വിളിച്ചാൽ ചാടി എടുക്കും. എന്നിട്ട് അവൻ പറഞ്ഞ ളുഹാ നിസ്കാരത്തിലായിരുന്നു, തഹജ്ജുദ് നിസ്കാരത്തിലായിരുന്നു, ബദരിയത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുതുബിയത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, റാത്തീബ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. എന്തിനാ? ഞാൻ നല്ലവനാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ. താപ്പന്മാരാ, ഒരുത്തനെയും ഉടുത്തിരിക്കുന്ന തുണി വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പക്ഷെ അള്ളാഹ്ക്ക് കടം കൊടുത്താലോ പലിശ അടക്കം തിരിച്ചു തരും. അതുകൊണ്ട് 100 വെക്കുന്നവന് 10 ഇരട്ടി അള്ളാഹ് തിരിച്ചു തരും. 1000 തിരിച്ചു തരും. 1000 ഇട്ട 10,000 തിരിച്ചു തരും. ഒരു സംശയമില്ല. 500 ഇട്ട 5000 തിരിച്ചു തരും. എത്ര നിങ്ങൾക്ക് വേണം അതനുസരിച്ച് ബക്കറ്റ് ഇട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൽക്കാലം എനിക്ക് 1000 മതി, ഞാൻ 100 ഇട്ടിട്ടുള്ളൂ. അള്ളാഹു ബറക്കത്ത്. അല്ല, ഇത്രയും പറയും മാവ നോക്കും എത്ര ഇട്ട്. അപ്പൊ അള്ളാഹു ബറക്കത്ത്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഈ മനുഷ്യനെ ഇത്രയിട്ട് നടത്തിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. പോക്കറ്റിൽ എടുക്ക്, എല്ലാവരും എടുത്തേ. ഇൻഷാ അല്ലാഹ് എടുക്ക്, പോക്കറ്റിൽ എടുക്ക്, എല്ലാവരും എടുക്ക്. പതുക്കെ പോയാൽ മതി. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് പോകുമ്പോ പൈസ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ സ്വർണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിറ്റെടുത്തോളാം, കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സ്ഥലങ്ങളിലും പോയി ജാരിയായ സ്വതക്കയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. 500 രൂപ ഒരു വണ്ടി കൊണ്ടുവന്ന് സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി 5 മിനിറ്റ് തിരിച്ചു വന്നാൽ 20 രൂപ ഈ തറവാടക.
തറവാടക. ഇത്രയും നേരം നമ്മൾ റാഹത്തായിട്ടിരുന്നില്ലേ? പിന്നെ എത്ര ശുക്ർ ചെയ്താലും മതി വരാത്തത് മഴയില്ലായിരുന്നു. ഇന്നലെ എന്റെ പരിപാടി കടക്കലൊരു ഭാഗത്താണ്. അള്ളാഹുയെ മഴ പിടിച്ചിട്ട് അൽഹംദുലില്ലാ, അത് റഹ്മത്തിന്റെ മഴയാണ്. ഉള്ളവർ അൽഹംദുലില്ലാ, അത് തന്നെ സന്തോഷം. നമുക്കിനി കൂടുതലൊന്നുമല്ല. അള്ളാഹ് എന്താ തീരുമാനിക്കുന്നത് അത് തന്നെ നടക്കട്ടെ. നമ്മുടെ ലാ തക്കിൽനയില അംഫുസിന തുറപ്പത്തായിരുന്നു. ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഫെയില് കുല്ലി മുമ്പിനാവും തറക്കുഹു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യൂല, ഞങ്ങൾ ഒന്നും പറയാനുമില്ല, നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാതെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആവണം നമ്മുടെ മനസ്സ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം. ഭൂമിയിൽ ഹിന്ദുക്കൾ കൂടുതലുണ്ടായി ഈ ഭാഗത്ത്. കുറച്ചാ കൂടുതലുണ്ടോ? ഉണ്ട്. ഇവിടെ അമ്പലത്തില് ഉത്സവം നടക്കൂലേ? ഉണ്ടാ? ആ, എന്റെ വീട്ടിന്റെ കുറച്ചപ്പുറത്തൊരു അമ്പലമുണ്ട്. കുറച്ചൊരു 100 മീറ്ററും ഇല്ല, 100 മീറ്റർ വരും. അപ്പൊ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് ഈ ഉത്സവ സമയമാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളുടെ നോട്ടീസ് ഇടാൻ വേണ്ടി വരും. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു നോട്ടീസ് കൊണ്ടിട്ട് പോയി. ഞങ്ങൾ അറിയുന്ന ആളുകളാണ്, വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ് നമ്മളൊക്കെ. അപ്പോ ആ ഈ നോട്ടീസ് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട്, പണ്ട് ചെറിയ ഈ വികൃതിയുടെ സമയത്തൊക്കെ നാടകം കേൾക്കാൻ പോയിട്ടുണ്ട്, പണ്ട് കൊച്ചിലെ. അതിപ്പോ പ്രസംഗിച്ച് ഒഴിവുള്ള സമയത്ത് പോയി കണ്ടു എന്ന് ആരും പറയണ്ട, പണ്ടാ. അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോ പഴയതുപോലെയൊക്കെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഈ അന്നദാനം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താ? അന്നദാനം. അന്നദാനം ഈ ചാപ്പാട് കൊടുക്കുന്നത് അവരുടെ ഭയങ്കര ഒരു ആരാധനയാണ്. അപ്പൊ അതിന്റെ മഹത്വം ഭഗവത്ഗീതയിൽ നിന്നോ അല്ലെങ്കിൽ ഏതോ ഒരു അവരുടെ പ്രമാണത്തിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു 4 വരി ശ്ലോകം എഴുതിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നല്ല രസമുണ്ട്. അവരുടെ വേദഗ്രന്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരണ കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ അതിനകത്തുള്ളത്? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഗജതരംഗ സഹസ്രം 1000 ആനകളും 1000 കുതിരകളും, ഗോകുലം കൊടിദാനം 1 കോടി പശുക്കളും, ഉദയകുല വിശുദ്ധം കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ, മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി, കനകരചിത പാത്രം മേദിനി സാഗരാന്തം, ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം ഉന്നത കുല ജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ഇത്രയും ഒരാൾക്ക് കൊടുക്കാൻ കൂട്ടി നോക്കിയേ. കണക്ക് സാറന്മാരുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ പോവേണ്ടി വരൂല. തലച്ചോറ് മരവിച്ചു പോകും ഇത് കൂട്ടാൻ നിന്ന. 1000 ആന, 1000 കുതിര, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, സ്വർണപാത്രങ്ങൾ ധാരാളം. സ്വർണപാത്രം ധാരാളം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റതാണ്, എണ്ണയില്ല. പണ്ടുള്ളവർ പറയും പണം പത്മനാഭന്റെ കയ്യിലാടാം, പണം പത്മനാഭന്റെ കയ്യിലാടാന്ന് പറയും. ശരിയാ. പിന്നീടാ മനസ്സിലായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പണം മൊത്തം. 2-3 ചാക്ക്, എ നിലവറ, ബി നിലവറ, സി നിലവറ, കണ്ടിട്ടില്ലേ? ശരിയാ. അവിടെ നിന്നും 200 മീറ്റർ പോലും ഇല്ല എന്റെ പള്ളി. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് 200 മീറ്റർ പോലും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഒരാൾക്ക് കൊടുക്കുമ്പോ കിട്ടുന്ന പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. നട്ടുച്ച നേരത്ത് വിശന്ന് പൊരിഞ്ഞു വരുന്നവന് പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും വാഴയിലയിൽ വെട്ടി കൊടുക്കുന്നതിനോളം ആ പ്രതിഫലം കിട്ടൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് അല്പ ചാപ്പാട് കൊടുക്കലാണെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത്. ഗൗസുൽ ആലം മുഹീദ്ദീൻ നിങ്ങൾ പറഞ്ഞ എന്താ? ഫത്തഷ്തുൽ അഅ്മാല കുല്ലഹ. ഞാൻ മൊത്തം അമലുകളെയും പരിശോധിച്ചപ്പോ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മുസീബത്തുണ്ടെങ്കിലും 5 പേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് നീയത്താക്ക്, നേർച്ച അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. എന്റെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ തിന്നുന്നവനും 500 രൂപ 100 രൂപ വെച്ച് 5 പൊതിച്ചോറ് വാങ്ങിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക. എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ സാധുക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ല നിൽക്കുന്നവർക്ക്. എന്നാൽ നമ്മുടെ എല്ലാ മുസീബത്തും മാറി കിട്ടും. അത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. എന്നാൽ നാളെ പരലോകത്തു നീ വരുന്നത് ഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിക്കേണ്ടത്. പിന്നെ പറഞ്ഞത് എന്താണ്? പരലോകത്ത് നിങ്ങൾ വരുന്നത് ദാഹിച്ചിട്ടാണല്ലോ വരുന്നത്. റസൂലുള്ള പറയുന്നവ മനസ്സക്കാലില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ആരാണോ കുടിക്കുന്നത്
കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത്. നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ചാൻ മുകളിലെ കപ്പിച്ചൊലിച്ച് സൂര്യൻ അതിന്റെ താപം വിസർജിക്കുമ്പോ ആ സമയത്ത് നമുക്ക് ദാഹജലം അല്ല തരുമെന്ന. മൂന്നാമത് പരലോകത്തെ പറ്റി പറഞ്ഞത് അവര് നാളെ പരലോകത്ത് നമ്മൾ പോകുന്നത് നഗ്നരായിട്ടാണല്ലോ. റസൂല് പറയുന്നവന് കസാലില്ല. ഇവിടെ ഒരു മുണ്ട്, ഒരു ഷർട്ട്, ഒരു പർദ, ഒരു നൈറ്റി, ഒരു പാന്റ്, ഒരു പാവാട, ഒരു ചെറിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൊടുത്തൊരു പാവപ്പെട്ടവന് എന്താണ് ആരും അറിഞ്ഞില്ല. അത് അല്ലാഹ്ക്ക് വേണ്ടി അവന് കൊടുത്തതാണ്. എന്നാൽ നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെ തുണി ഒടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വയുത്ഇമൂന ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആർക്കാ കൊടുക്കേണ്ടത്? വയുത്ഇമൂന ഭക്ഷണം കൊടുക്കുന്നവര് അലാ ഹുബ്ബിഹി. ആ ഭക്ഷണം അവന് വലിയ ആഗ്രഹമുണ്ട്. ആ ഭക്ഷണം ആഗ്രഹിക്കുന്നതോടൊപ്പം കൊടുക്കുന്നവരാരാ? ഫാത്തിമത്തെ സഹറ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമക്കളെ ഹസൻ ഹുസൈന് പനി പിടിക്കുകയാ. വല്ലാത്ത പനി അങ്ങ് മൂർച്ഛിച്ചപ്പോൾ സഹോദരങ്ങളെ, നബിയും സ്വഹാബത്തും ഫാത്തിമയുടെ വീട്ടിൽ പോവുകയാ. അവിടെ ചെല്ലുമ്പോൾ ഫാത്തിമയുടെ പൊന്നുമക്കളെ ഹസൻ ഹുസൈന് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഈ രണ്ട് പൊന്നുമക്കള് സ്വർഗത്തിന്റെ യുവാക്കളുടെ നേതാക്കന്മാരാ. ഇവർ രണ്ടുപേര് കുഞ്ഞുമക്കളാണ്. നബി തങ്ങള് സുജൂദിൽ കിടക്കുമ്പോ തലയിൽ കയറി ആന കളിച്ച മക്കളാ. ആ മക്കള് നിലത്ത് വീണു പോകുമോന്ന് പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്താറില്ലത്രേ. മണിക്കൂറുകളോളം കിടന്നിട്ടുണ്ട് സുജൂദില്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ പനിച്ചു കിടന്നപ്പോൾ സഹാബാക്കളിൽ ആരോ ഒരാള് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം നോമ്പ് നിയത്താക്കുമോ? മക്കളുടെ രോഗം മാറട്ടെ, നോമ്പ് നിയത്താക്കുമോ? അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ അവിടെ വീട്ടിലെ ജോലിക്ക് നിന്ന് ഫിദ എന്ന് പറയുന്ന സ്ത്രീ, അവര് 3 കൂടി 3 നോമ്പ് നേർച്ചയാക്കുകയാ. 3 പേര് 3 ദിവസം പിടിച്ചപ്പോ 9 ദിവസത്തെ നോമ്പായി. 9 നോമ്പായി ഫലത്തില്. അങ്ങനെ നോമ്പ് നേർച്ചയാക്കിയിട്ട് സഹോദരങ്ങളെ നോമ്പ് പിടിച്ചു. 3 ദിവസത്തെ നോമ്പ് 3 പേരും പിടിച്ച് പൂർത്തീകരിച്ചപ്പോ രോഗവും മാറി. കഥയതല്ല, ഈ മഹാനായ അലി തങ്ങള് നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നുമില്ലാത്തത് കൊണ്ട് എവിടെയോ പോയി കുറച്ച് പൈസ ഒപ്പിച്ചു കൊണ്ടുവന്നു. എവിടെയോ പണിയെടുത്തിട്ട് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നു. ആ ഗോതമ്പ് കൊണ്ടുവന്നു അതിനെ 3ആയിട്ട് പങ്കുവെക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? 3 ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ആ 3 ദിവസത്തെ ഭക്ഷണം 3ആയിട്ട് ഓഹരി വെച്ചിട്ട് അതിൽ ഒരു ഭാഗം എടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്യുകയാ. നോമ്പ് തുറക്കാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സുബ്ഹാനല്ലാഹ്. 3 പേരും നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണമെടുത്ത് ടേബിളിൽ ഭക്ഷണമെടുത്തിട്ട് സുപ്രയിൽ വെച്ചപ്പോ സഹോദരങ്ങളെ ആരോ ഈത്തപ്പന കഥകിൽ മുട്ടുകയാ. ഈത്തപ്പന കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഥകിനാരോ മുട്ടുകയാ. അലിയാരെ തങ്ങൾ ചെന്ന് നോക്കുമ്പോ അല്ലോ, ഒരു പാവപ്പെട്ട അഗതിയാണ്. കണ്ണ് കുഴിഞ്ഞ് കവള് കുഴിഞ്ഞ് എല്ലുണ്ടി വയറൊട്ടി പാവപ്പെട്ടവന് വശംന്നിട്ട് കൈനീട്ടുന്ന രംഗമാണ് കാണുന്നത്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അകത്ത് കയറി നോക്കുമ്പോ 3 പേർക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ആ ഭക്ഷണം 3ആയി ഭാഗിച്ചതിന്റെ 1 മാത്രമാണ് പാകം ചെയ്തത്. ഇനി 2 എണ്ണം നാളെയും മറ്റന്നാള് നോമ്പ് തുറക്കാനാ. ആ ഭക്ഷണം എടുത്തു അലിയാര് തങ്ങൾ കൊണ്ടുവന്ന പാവപ്പെട്ടവന് കൊടുക്കുകയാ. എന്നിട്ടവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയാ. സഹോദരങ്ങളെ, പിറ്റന്ന് നോമ്പ് പിടിക്കുകയാണ്. മക്കളെ രോഗം മാറാൻ വേണ്ടി പിടിച്ച നോമ്പാ. ആ സമയത്ത് നോമ്പ് തുറക്കാനുള്ള സമയമെത്തി. ആ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവ് ജോലിക്കാരെ കൂടി ഭക്ഷണം പാകം ചെയ്ത് സഹോദരങ്ങളെ സുപ്രയിൽ എടുത്തു വെക്കുമ്പോ അള്ളാന്റെ പരീക്ഷണമാണോ? അതെ, അവരെ കാച്ചി കുറുക്കി എടുക്കുകയാണോ?
അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാ. പുറത്തിറങ്ങുമ്പോൾ ആരോ കതകിനെ മുട്ടി പുറത്തിറങ്ങുമ്പോൾ ഒരു അനാഥനായ പൊന്നുമോ നിൽക്കുകയാ. വാപ്പയില്ലാത്ത പൊന്നുമോനാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വീട്ടില് വാപ്പയില്ല, ഉമ്മയില്ല. അനാഥത്വം പേറി വന്ന പൊന്നുമോന് വിശക്കുകയാ. കൈനീട്ടി അലിയെ വല്ലതുകൊണ്ടോ അലിയെ തങ്ങളകത്ത് കയറിയിട്ടാ ഭക്ഷണം എടുത്തിട്ടാ കുഞ്ഞിന് കൊടുക്കുകയാ. അന്നും പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു കിടന്നുറങ്ങി. പിറ്റന്ന് മൂന്നാമത്തെ നോമ്പാണ്. അവശേഷിക്കുന്ന മൂന്നാമത്തെ ഭാഗം പാകം ചെയ്തു. എന്നിട്ടാ ഭക്ഷണം എടുത്ത് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ ഇതാ സഹോദരങ്ങളെ കതകിനെ മുട്ടുകയാ. അലിയെ തങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തടവ് പുള്ളിയാണ്. അന്നത്തെ തടവുകാരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവരെ ഇങ്ങനെ അഴിച്ചങ്ങ് വിടുകയാണ്. അവർക്ക് പുറത്തു പോകാൻ പാടില്ല. അവര് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം യാചിച്ച് കഴിച്ചോളണം. എവിടെന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ചോളണം. ശിക്ഷ അതാണ്. ഒരു അനാഥ ഒരു തടവ് പുള്ളിയായ മനുഷ്യ കാലുകളിലെ ചങ്ങല ബന്ധിക്കപ്പെട്ട് അവിടെ മുമ്പിൽ വന്ന് കൈനീട്ടുകയാ. വിശക്കുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കേറിയിട്ട് ആ ഭക്ഷണവും എടുത്തിട്ട് അവസാനത്തെ ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുക്കുകയാ. 3 ദിവസത്തെ നോമ്പിന്റെ പൂർത്തീകരണത്തിൽ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. സഹോദരങ്ങളെ പിറ്റന്ന് 4-ാം ദിവസത്തിൽ നോമ്പില്ല. പക്ഷെ കഴിക്കാൻ ഭക്ഷണവുമില്ല. അലിയാർ തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ വല്ലാത്തൊരു കോലമാ റസൂല് കാണുന്നത്. 3 ദിവസം നോമ്പ് പിടിച്ച് പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പ് തുറന്ന ശരീരത്തിന്റെ ക്ഷീണം റസൂലുള്ളാഹി കണ്ടപ്പോ എന്ത് അലിയേ ഇത്? അലിയാർ തങ്ങൾ നടന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ആ സമയത്തിന് വിധങ്ങൾ ചോദിച്ചു, എന്റെ ഫാത്തിമ എന്താ ചെയ്യുന്നത്? എന്റെ ഫാത്തിമ എന്താ ചെയ്യുന്നത്? പൊന്നുമോളല്ലേ? അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിലുണ്ട് നബിയേ. റസൂലും അലിയും കൂടി ഫാത്തിമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാ. ആ സമയത്ത് ഒരു പഴം തുണി കിടക്കുമ്പോൾ വീടിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഫാത്തിമത്തെ സഹ്റ. കഴിക്കാൻ ഭക്ഷണമില്ല. ഉള്ള ഭക്ഷണം എവിടെന്നോ ഭർത്താവ് കൊണ്ടുവന്നത് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കാനില്ലാതെ വന്നപ്പോ അത് കൊടുത്തിട്ട് പാവപ്പെട്ട 3 പേർക്ക് 3 ദിവസം കൊടുത്തിട്ട് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നിട്ട് കിടക്കുകയാ. ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, കവിൾത്തടങ്ങളും നിറയുകയാ. സജലങ്ങളായ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകുകയാ. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണുനീര് തടം തല്ലി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹുക്ക് സഹിക്കൂലല്ലോ. അവിടുന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ചെല്ലൂ നബിയേ, ചെല്ലൂ ജിബ്രീലേ. എന്നിട്ട് നബിയുടെ അടുക്കലേക്ക് ചെല്ലണം. എന്റെ ഹബീബിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലാഹു ജിബ്രീലിനെ അയക്കുന്നു. ഫാത്തിമയുടെ വീട്ടിലേക്ക് ജിബ്രീല് കടന്നു വരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ അടുത്ത് വന്ന് ഓതി കൊടുക്കുന്നു. വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി. കഴിക്കാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവര്. ആർക്കാ കൊടുത്തത്? മിസ്കീനന് വയതീമൻ വഅസീറാ. 1-ാം ദിവസം മിസ്കീനും 2-ാം ദിവസം യതീമിനും 3-ാം ദിവസം തടവ് പള്ളിക്കും കൊടുത്തല്ലോ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാ. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. അല്ലാതെ ഈ മിസ്കീനിൽ നിന്നും എന്തെങ്കിലും കിട്ടാനല്ല, യതീമിൽ നിന്നും എന്തെങ്കിലും കിട്ടാനല്ല, തടവ് പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല. ഇവര് കൊടുത്തത് അല്ലാഹുവിന്റെ വജ്ഹിനാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. പ്രത്യുപകാരമോ നന്ദി വാക്കോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു നല്ല വാക്ക് നിങ്ങൾ പറയും, അതെനിക്ക് വേണ്ട. നിങ്ങൾ പിന്നീട് ഞാൻ പട്ടിണി കിടക്കുമ്പോ എനിക്ക് ഭക്ഷണം തരും, അതും എനിക്ക് വേണ്ട. ഞാൻ തന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. മാത്രമല്ല, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ.
മുഖം ചൂളി പോകുന്നൊരു ദിവസം വരാനുണ്ട്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പ്രവാചകന്മാര് പോലും നെട്ടോട്ടമോടുന്ന മഹ്ശറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകാനൊന്നുമില്ല, എനിക്ക് കിട്ടുന്നത് അവിടത്തെ മുഖം ചൂളി പോകുന്ന ദിവസത്തിന്റെ ഭയം കൊണ്ടാ ഞാൻ ഇവിടെ കൊടുത്തത്. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇതിന് പകരം നബിയെ ഫാത്തിമയ്ക്കും അലിയിനും കൊടുത്തതെന്തെന്നറിയോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറാ. അല്ലാഹു അവിടത്തെ ഭീകരമായ കഠിനമായ കഠോരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നവരെ കാക്കുന്നു. വലഖാഹും നളറതൻ വസുറൂറാ. അവർക്ക് സന്തോഷവും പ്രസന്നവദനങ്ങളും അല്ല കൊടുക്കുകയാ, അവർക്ക് സന്തോഷം നൽകുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് ആഗ്രഹമുള്ളത് കൊടുക്കണം. അതെവിടെ കൊടുക്കണം? അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. എന്തിനു കൊടുക്കണം? ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടിയാകണേ. അങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്. ഇതേ അലി തങ്ങളുടെ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോ, അലിയിൽ തുടങ്ങി അലിയിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോ വീണ്ടും ഞാനൊന്ന് മടങ്ങി പോകുന്നു അലിയിലേക്ക്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബാദത്ത് എടുക്കുന്നത് സ്വർഗം വാങ്ങാനാകരുത്. അത് പ്രിയപ്പെട്ടവരെ കച്ചവടക്കാരുടെ ശൈലിയാ. നരകം പേടിച്ചുകൊണ്ടാകരുത്. അത് തൊഴിലാളികളുടെ ശൈലിയാ. പ്രിയപ്പെട്ടവരെ, തന്ന നിഅമത്തുകൾക്ക് നന്ദിയായിട്ടാകരുത്. അത് ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ ശൈലിയാ. പിന്നെ എന്തു വേണം? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ഞാൻ ചെയ്യുകയാ. അതാണ് അലി തങ്ങൾ ആദ്യം പറഞ്ഞത്. എന്തു ചെയ്താലും ഇബാദത്ത് ലില്ലാ, അൽ ഹബ്ബു ലില്ലാ. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടി, വൽ ബുഗ്ളു ലില്ലാ. ഒരാളെ വെറുക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, എല്ലാം അല്ലാഹുവിന് വേണ്ടി. ആ പടച്ചവനിലേക്ക് നമുക്ക് മടങ്ങി പോകണം. എല്ലാം അല്ലാഹു നമുക്ക് തരുന്ന സംതൃപ്തിക്കു വേണ്ടി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ.